നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറി പോന്നോളി. കര കാണാ കടലല മേലെ മുഖന്റെ മോഹ പൂങ്കുരുവി പറന്നേ, അറബി പൊന്നാണ്യം കിട്ടും ക്ലിഫ് ഹൗസിൽ ജിങ്കാലാല പണി വെച്ചു ഷംസീർ തോം തകത്തോം ദേ കിടക്കണു എല്ലാം കൂടെ തവിട് പൊടിയായിട്ട്. സുഹൃത്തുക്കളെ, രാവിലെ കപ്പൽ ഉദ്ഘാടനം, വൈകിട്ട് AKG സെന്ററിൽ കൂട്ടയടി. മദർഷിപ്പും ഡാഡിഷിപ്പും തൂക്കാൻ പോയ മുഖ്യനെ തൂക്കി താഴെയടിച്ച് സംസീറിക്ക. ഈ കപ്പൽ പിണറായിയുടെ അല്ല സാർ, ഈ കപ്പലിന് മറ്റൊരു കപ്പിത്താൻ ഉണ്ട് സാർ, അതാണ് ശരിക്കുള്ള കപ്പിത്താൻ സാർ, അതാണ് ഉമ്മൻചാണ്ടി സാർ. മുഖ്യനെ വേദിയിൽ ഇരുത്തി സംസീർ അനർഗളം നിർഗളം തുറന്നടിച്ചു. വേദിയിൽ ആസനസ്ഥാനായിരുന്നല്ലേ പിണ്ണു. യൂട്യൂബ് റൂട്ടസ്, ബ്രൂട്ടസ് എന്ന് ഷംസീറും. പണ്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി സമരം നടത്തി പൂട്ടിച്ചിട്ട് ഇന്ന് അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി പൊടി തട്ടി അദാനിയുടെ കാലിൽ നക്കി തുറമുഖം പണിത ആളല്ല നിങ്ങള്. ഷംസീറേ ഇജ്ജ് വേണ്ടാട്ടോ. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? മരണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണെന്ന്. താ ഒരു പുല്ലുമല്ല. അതെ സുഹൃത്തുക്കളെ, നിങ്ങളിത് കേട്ടാൽ വിശ്വസിക്കില്ല എന്നെനിക്കറിയാം, പക്ഷേ നിങ്ങൾ വിശ്വസിക്കണം. വിഴിഞ്ഞത്തെ യഥാർത്ഥ ഹീറോ ഉമ്മൻചാണ്ടിയാണെന്ന് പ്രഖ്യാപിച്ച് ഷംസീറിക്ക. AKG സെന്റർ ആടിമൂടി നിന്ന് കുലുങ്ങി ഷംസീറിന്റെ പ്രഖ്യാപനം കേട്ട്. ഷംസീറെ കുലങ്കുത്തി മുഖൻ ഊരിപ്പിടിച്ച വാളെടുത്തു. അയ്യോ എൻ്റെ വിഴിഞ്ഞം ക്രെഡിറ്റ് പോയേന്ന് മുഖൻ്റെ ഒരൊറ്റ മോങ്ങല. എൻ്റെ കപ്പൽ, ഞാനാ കപ്പിത്താൻ, ഞാനാ ക്യാപ്റ്റൻ. അയ്യയ്യേ, ഇങ്ങനെ കരയാതെ മുഖ്യ നിങ്ങളിത്. കപ്പലല്ലേ, എത്ര എണ്ണം വേണം? പൂരപ്പറമ്പി നമ്മൾ വാങ്ങി തരൂലേ ഇത്? എന്നിട്ട് തായ്ക്കണ്ടിയിൽ കൊണ്ടുപോയി കെട്ടിയിടാം. എന്നിട്ട് നമുക്ക് തുഴയിട്ട് ഹൊയ് 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 തള്ളി കളിക്കാം. ഇങ്ങനെ സില്ലി കാര്യങ്ങൾക്ക് കരയാൻ പാടുണ്ടോ? ഒന്നുമില്ല, നിങ്ങൾ ഇരട്ട ചങ്കനല്ലേ ഇത്? ചതിച്ചതാ ഷംസീർ, എൻ്റെ കാല് വാരിയതാ. അല്ലേലും ഓന് എന്നെയും എൻ്റെ മരുമോനെയും കണ്ടുകൂടാം. എങ്ങനെ ഇഷ്ടപ്പെടും? അമ്മാതിരി പണിയല്ലേ നിങ്ങള് ഷംസീർക്കയ്ക്ക് കൊടുത്തത്. പുള്ളി ഒരു അവസരം നോക്കിയിരിക്കുകയാണ് കാല് വാരാനായിട്ട്. അപ്പോൾ ദാ കിട്ടിയ ഒരവസരം മൂപ്പര് കാല് വാരി. രാവിലെ തുള്ളിച്ചാടി ഉദ്ഘാടനത്തിന് പോയ മൻസന, ഹോ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഇങ്ങനെ കരയാതെ മനുഷ്യ നിങ്ങള്. കമലേ പോയി എൻ്റെ കപ്പല് ഗുദാവാ, വിഴിഞ്ഞത്ത് ചെന്ന് കാല് കുത്തിയത് ഉമ്മൻചാണ്ടി ഖീ ചെയ്യുന്നു. ഞാനിതെങ്ങനെ സഹിക്കും? അപ്പോഴേ ആ ഫ്ലോ അങ്ങ് പോയില്ലേ. ദേ ഇപ്പോൾ ഷംസീറും കൂടെ എൻ്റെ നെഞ്ചത്തിട്ട് പൊട്ടിച്ചിരിക്കുന്നു. ദൈവമേ എനിക്കെന്തിനീ വിധി, ദൈവമേ. ഒരുമാതിരി പരിപാടി കാണിക്കരുതായത് കേട്ടോ. വിഴിഞ്ഞം എൻ്റെ സ്വപ്നമായിരുന്നില്ലേ? കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ വളർത്തി എൻ്റെ കുട്ടി ആവ. എന്നിട്ട് നിങ്ങൾ വല്ലോൻ്റെയും ഗർഭം ചുമക്കാന്നാണ് കരക്കമ്പി. ഗർഭം ആരുടെ ആയാലും എന്താ, കുട്ടി എൻ്റെ അല്ലേ അത്? ക്ലിഫ് ഹൗസിൽ മോങ്ങി കരയുകയാണ് മുഖ്യൻ. എനിക്കതല്ല, ഇന്നലെ വരെ ബൂർഷ്യായിരുന്ന അദാനി ഇന്ന് സഖാവായത് എങ്ങനെയാടേ ഇത്? ഇതാരാന്നറിയോ? ഞങ്ങളുടെ അദാനി സഖാവെന്ന് കമ്മിക്കൂട്ടത്തിന്റെ ആവേശം. സൈബർ ഇടത്തിലൊക്കെ കമ്മികളെല്ലാം കൂടെ വന്നിട്ട് അദാനി സഖാവിനെ വരി പുണരുകയാണ്. ഈ അദാനി അല്ല, ആ അദാനി. ഇത് കേരള മോഡൽ കമ്മി അദാനി. അതായത് ഉത്തമ, കേരളത്തിൽ 2 തരം അദാനിയുണ്ട്. ഒന്ന് വിഴിഞ്ഞം സീപോർട്ട് അദാനി, അത് കമ്മികളുടെ സ്വന്തം അദാനി. 2 തിരുവനന്തപുരം എയർപോർട്ട് അദാനി, അത് കമ്മികൾ ബഹിഷ്കരിക്കുന്ന ബൂർഷ്വാ അദാനി. അടിമകൾക്കെല്ലാം മനസ്സിലായല്ലോ അല്ലേ? ക്യാപ്സൂൾ ഇറക്കുമ്പോൾ തെറ്റരുത്. ബൂർഷ്വാ അദാനിയുടെ താടിയിൽ ഒരു മറുകുണ്ടെന്ന് കൂടി അങ്ങ് താങ്ങിയേക്ക്. ഇനി ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അദാനി സഖാവിനെ തൊട്ട് കാളിക്കാൻ നിൽക്കരുത് ഒരുത്തനും, കേട്ടല്ലോ. ഇത് ഞങ്ങളുടെ വികസന അദാനി. മറ്റേത് ഗുജറാത്തിലെ ബൂർഷ്വാ അദാനി. അത് മോദിയുടെ, ഇത് പിണറായിയുടെ. നല്ലതാ, വളരെ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ദേശാഭിമാനിയുടെ ഒരു വരവലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. എൻ്റെ പൊന്നടാവേ, ദേശാഭിമാനി നിന്നങ്ങ് കരിങ്കാളിയല്ലേ കളിക്കുമല്ലേ. ഇത് കണ്ടിട്ടാണ് എനിക്ക് ഞെട്ടൽ.
എങ്ങനെ സാധിക്കുന്നടാ നിങ്ങൾക്കിത്? ഇതിൻ്റെ ഇടയിൽ കൂടി ദേശാഭിമാനിയുടെ ഒരു വിരകലുണ്ട്. എൻ്റെ പൊന്നടാവെ, എങ്ങനെ സാധിക്കുന്നത്? ദേശാഭിമാനി നിന്നങ്ങ് കരിങ്കാളി കളിക്കുമല്ലേ, ഇത് കണ്ടിട്ട് നമുക്ക് ഞെട്ടൽ വരിക. എങ്ങനെ സാധിക്കുന്നോ എന്തോ ഇജാതി ഐറ്റങ്ങളെയൊക്കെ കൊണ്ട്. കടൽ കൊള്ളയാണേ ഉമ്മൻചാണ്ടിയുടെ കടൽ കൊള്ള, വികസനമാണേ പിണറായി മുഖ്യന്റെ വികസനമാ. ഡബിള്, അതെ ഡബിൾ തന്തയാ ദേശാഭിമാനിക്ക്. ഇവരുടെ ഡബിൾ ഡാഡി സിൻഡ്രോമിനെ കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കാനുണ്ട്. അപ്പം കാണാം.